നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ തുടർ നടപടികൾ താത്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവ് SFIO കുറ്റപത്രത്തിനെതിരെ CMRL നൽകിയ ഹർജിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ SFIOയ്ക്ക് നിർദ്ദേശം. ഇടപാടിൽ PMLA ചുമത്തി കേസെടുക്കാൻ ED നീക്കം. മുനമ്പം വിഷയത്തിൽ BJPയെ കടന്നാക്രമിച്ച് CPIM. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വരവോടെ BJP RSS നാടകം പൊളിഞ്ഞെന്ന് MV ഗോവിന്ദൻ. വിഷയത്തിൽ മുതലെടുപ്പിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടു. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമാണ് കിരൺ റിജിജു ആവർത്തിച്ചതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. മുനമ്പം ജനതയെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി 24നോട്. മുനമ്പം പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് സിറോ മലബാർ സഭ. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്നാവശ്യം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ അല്പസമയത്തിനകം സുപ്രീംകോടതിയിൽ. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ തടസ്സ ഹർജികളും കോടതിയിൽ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുനമ്പം സമരസമിതി. ഈസ്റ്ററിന് ശേഷമാകും 15-അംഗ സംഘത്തിന്റെ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമയം നൽകി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റാലി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രി. വിജിലൻസ് റിപ്പോർട്ട് വിളിച്ചുവരുത്തി ഒപ്പുവെച്ചു. പ്രതീക്ഷിച്ച നടപടിയെന്ന് PV അൻവർ. DGP നടപടി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന് K മുരളീധരൻ. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. ക്ഷേമനിധി ബോർഡിലെ വിഹിതമായ 78 ലക്ഷം രൂപ ക്ലർക്കായ സംഗീത് തട്ടിയെടുത്തു. തട്ടിപ്പ് 2018-20 കാലഘട്ടത്തിൽ. ഉദ്യോഗസ്ഥനെതിരെ മ്യൂസിയം പോലീസിൽ പരാതി നൽകി ലോട്ടറി വകുപ്പ് ഡയറക്ടർ. അരുതക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യവുമായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരളയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 2ാം ദിനം. മുക്കത്ത് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് വൻ വരവേൽപ്പ്. ഇന്നത്തെ സമാപനം രാത്രി 7 മണിക്ക് ബാലുശ്ശേരിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും ഭീഷണിയുമായി BJP. പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ. BJP മാർച്ചിൽ സ്വാഗത പ്രസംഗത്തിനിടെയായിരുന്നു ഭീഷണി. ഇപ്പോഴും കാലുകുത്തിയാണ് നടക്കുന്നതെന്നും തലയാണ് വേണ്ടതെങ്കിൽ നീട്ടിവെച്ചു കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. അമേരിക്ക ചൈന തീരുവ യുദ്ധം കനക്കുന്നു. ചൈനീസ് ഉത്പന്നങ്ങൾക്ക് 245% തിരിച്ചടി തീരുവ ചുമത്തി ട്രംപ് ഭരണകൂടം. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തെ ഭയക്കുന്നില്ലെന്ന് ചൈന. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷ് കൊലപാതക കേസിലെ മുഖ്യപ്രതി അലുവ അതുൽ പിടിയിൽ. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്ന്. പ്രതി പിടിയിലാകുന്നത് കൊലപാതകം നടന്ന് 21 ദിവസങ്ങൾക്ക് ശേഷം. കൊല്ലം പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗെവാറിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ. യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കൊല്ലം മേസിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. കൊല്ലം കോട്ടക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ RSS ഗണഗീതാലാപനത്തിൽ പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കക്ഷി ചേർക്കുന്നത് ക്ഷേത്ര പരിസരത്ത് ആയുധ പരിശീലനം നടത്തിയവരെ. ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേത്. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്രക്കാർ ദുരിതത്തിൽ. ആവശ്യത്തിന് ജലവും പ്രാഥമിക ആവശ്യങ്ങൾക്കായുള്ള സ്ഥലവുമില്ലെന്ന് യാത്രക്കാർ. PM ശ്രീ പദ്ധതിയിൽ മന്ത്രി V ശിവൻകുട്ടിയെ തള്ളി CPI മുഖപത്രം ജനയുഗം. കേന്ദ്ര സർക്കാരിന്റെ തന്ത്രങ്ങൾക്ക് വഴങ്ങരുതെന്നും വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളം പിന്നാക്കാവസ്ഥയിലല്ലെന്നും ജനയുഗം. പദ്ധതിയിൽ ചേരാത്തതിനാൽ SSA ഫണ്ട് തടഞ്ഞ കേന്ദ്ര നിലപാടിന് വിമർശനം. കേരള പോലീസിന്റെ പേരിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. എറണാകുളം കാക്കനാട് പടമുകൾ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സന്തോഷിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമം നടന്നത്. ഓട്ടോ നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 1000 രൂപ പിഴയടക്കണമെന്ന് നിർദ്ദേശിച്ച് വാട്സാപ്പിൽ സന്ദേശമെത്തി. കാട്ടാന ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ആഹ്വാനം ചെയ്ത ജനകീയ ഹർത്താൽ പൂർണ്ണം. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഞ്ചായത്തിന് മാത്രമായി പ്രത്യേക RRTയെ നിയോഗിക്കണമെന്ന ആവശ്യം. അതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ ആന എത്തിയ അതേ സ്ഥലത്താണ് അർദ്ധരാത്രിയോടെ വീണ്ടും ആന എത്തിയത്. ആനയുടെ ദൃശ്യങ്ങൾ 24-ന്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. S ഹരികിഷോറിന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറുടെ അധിക ചുമതല. ശർമിള മേരി ജോസഫ് വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ശ്രീറാം വെങ്കട്ടരാമൻ KFC MD ചുമതലയിൽ തുടരും. ഹരിത V കുമാർ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ.
പാതിവില തട്ടിപ്പ് കേസിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന് വീണ്ടും നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഇന്നലെ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ. ലഹരിക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് പോരാടണമെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. എല്ലാ മതനേതാക്കളും ലഹരിവിരുദ്ധ പ്രചാരണത്തിന് ഇറങ്ങണമെന്നും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ കാന്തപുരം. സംസ്ഥാനത്ത് ചൂട് കൂടും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. യന്ത്രത്തകരാറിനെ തുടർന്ന് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം അടിയന്തര ലാൻഡ് ചെയ്തു. വിമാനം തിരിച്ചിറക്കിയത് അരമണിക്കൂറോളം പറന്ന ശേഷം. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് 2 യോഗങ്ങൾ. മതമേലധ്യക്ഷന്മാരുടെ യോഗം ചേരുന്നു. ഉച്ചകഴിഞ്ഞ് 3:30 സർവകക്ഷി യോഗവും ചേരും. ലഹരി വ്യാപനം തടയാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയാകും. പത്തനംതിട്ട എരുമേലിയിൽ കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 1 മരണം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ വാടാനപ്പള്ളിയിൽ മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. മരിച്ചത് പത്തനംതിട്ട സ്വദേശി അനിൽകുമാർ. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോ കസ്റ്റഡിയിൽ. കൊല്ലത്ത് പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ യുവാവിന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറായ മടത്തറ സ്വദേശി റാഷിദിനാണ് മർദ്ദനമേറ്റത്. തട്ടിപ്പ് കേസിൽ ശിവസേന ഷിൻഡെ വിഭാഗം എറണാകുളം ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിൽ. എറണാകുളം സ്വദേശി സുധീർ ഗോപിയാണ് അറസ്റ്റിലായത്. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാലിലെ പന്തലിന്റെ കാൽനാട്ട് ചടങ്ങ് നടന്നു. തൃശൂർ പൂരം അടുത്ത മാസം 6-ന്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. NIA-യുടെ ആവശ്യമാണ് സുപ്രീംകോടതി തള്ളിയത്. ആലപ്പുഴ അരൂക്കുറ്റിയിൽ വീട്ടമ്മയെ അയൽവാസി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പുളിന്താഴ നികർത്തിൽ ശരവണന്റെ ഭാര്യ വനജയാണ് മരിച്ചത്. സംഭവത്തിൽ അയൽവാസി വിജീഷ് ഒളിവിൽ. പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ കെ രാഗേഷിനെ പുകഴ്ത്തിയ സമൂഹമാധ്യമ പോസ്റ്റിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്ന് പ്രതികരണം. അഭിനന്ദനം സദുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടായെന്ന് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥൻ. VPP മുസ്തഫ കാസർഗോഡ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ. VK രാജൻ, C പ്രഭാകരൻ എന്നിവരെ ഒഴിവാക്കി. പത്മാവതി, സിജി മാത്യു എന്നിവരും സെക്രട്ടേറിയറ്റിൽ. കോഴിക്കോട് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൾ ചൂണ്ടിയ സംഭവത്തിൽ ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ പരാതി നൽകുമെന്ന് ബസ് ഉടമ അജിലേഷ് കൂട്ടങ്ങാരം. മുഹമ്മദ് നിഹാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചത് ശരിയായില്ലെന്നും അജിലേഷ് കൂട്ടങ്ങാരം 24-നോട്. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. RDOക്ക് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചു. സിറ്റി പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തഴവ സ്വദേശി നന്ദദേവൻ. ഒരാൾക്ക് ഗുരുതര പരുക്ക്. കണ്ണൂർ തളിപ്പറമ്പിൽ ഓയിൽ മില്ലിന് തീപിടിച്ചു. സംഭവം പുലർച്ചെ 3 മണിയോടെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിയന്ത്രണം വിട്ട കാർ ഫ്ളൈ ഓവറിന്റെ ഡിവൈഡറിൽ ഇടിച്ച അപകടം. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ ചാവശ്ശേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 3 ബസ് യാത്രികർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടകയിലേക്ക് പോവുകയായിരുന്നു ലോറി. കോഴിക്കോട് നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. കർണാടക സ്വദേശി രാജുവാണ് മരിച്ചത്. കോഴിക്കോട്ട് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ഡൽഹി സ്വദേശി മുനീസ് അജമാണ് പിടിയിലായത്. കൊച്ചി കാക്കനാട് ചെമ്പുമുക്കിൽ ടാങ്കറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. നെട്ടൂർ സ്വദേശി മഹേശ്വരിയാണ് മരിച്ചത്. ടാങ്കറിന്റെ പിൻഭാഗത്തെ ടയർ മഹേശ്വരിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയെന്ന് ദൃക്സാക്ഷികൾ. തൃശൂർ ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി ഷാനുബിനാണ് പരുക്കേറ്റത്. വെങ്ങാനല്ലൂർ സ്വദേശികളായ ബിപിൻ, പ്രദീപ് എന്നിവർ കസ്റ്റഡിയിൽ. അതിരപ്പള്ളി വാഴച്ചാൽ ഇക്കോ ടൂറിസം സെന്റർ നാളെ അടച്ചിടും. 2 ദിവസത്തിനിടെ കാട്ടാനാക്രമണത്തിൽ 3 പേർ മരിച്ചതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പറവൂർ ഗോതുരുത്ത് പുത്തേഴുത്ത് PJ ജോൺ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴുത്ത് മകനാണ്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് ഗോതുരുത്ത് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. പ്രധാന അറിയിപ്പുകൾ.
എറണാകുളം കാലടി SNDP ലൈബ്രറിയിൽ അവധിക്കാല വായനോത്സവം, ബോട്ടിൽ ആർട്ട് വർക്ക്ഷോപ്പ്, സിനിമാസ്വാദന ക്യാമ്പ് തുടങ്ങിയ പരിപാടികളും നടത്തും. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ അംഗത്വം. ഉത്സവകാലത്തെ തിരക്ക് കണക്കിലെടുത്ത് സ്പെഷ്യൽ ട്രെയിൻ ബംഗളൂരുവിൽ നിന്ന് കൊല്ലം ജംഗ്ഷനിലേക്ക് നാളെ വൈകിട്ട് 3:50 ട്രെയിൻ പുറപ്പെടും. വെള്ളിയാഴ്ച രാവിലെ 10:45 കൊല്ലത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സർവീസ്. ക്യുഫോസ് PG PhD പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നീട്ടി മെയ് 5 വരെ അപേക്ഷിക്കാം. മൊബൈൽ അഡിക്ഷനെതിരെ കൊച്ചിയിൽ ക്യാമ്പ്, മൾട്ടി ഡിസിപ്ലിനറി കേന്ദ്രം സംഘടിപ്പിക്കുന്ന സൗജന്യ ക്യാമ്പിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. ഈ മാസം 21 മുതൽ മെയ് 21 വരെയാണ് ക്യാമ്പ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രാഥമിക പരീക്ഷ ജൂൺ 14-ന്. പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ ഈ മാസം 30 വരെ നൽകാം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം. തിരുവനന്തപുരം, കൊല്ലം, ആലുവ, പാലക്കാട്, പൊന്നാനി, കോഴിക്കോട്, കല്യാശ്ശേരി കേന്ദ്രങ്ങളിൽ ജൂൺ 2-ന് ക്ലാസ് തുടങ്ങും. ദേശീയ വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി തഹാവൂർ റാണ. ആക്രമണത്തിൽ ആസൂത്രണത്തിന് മേൽനോട്ടം വഹിച്ചത് ISI എന്ന് റാണ. ഉന്നതതല യോഗത്തിൽ ലഷ്കർ-ഇ-തൈബ, ISI പ്രതിനിധികൾ പങ്കെടുത്തെന്നും വെളിപ്പെടുത്തൽ. ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും റാണ NIA-യോട്. നാഷണൽ ഹെറാൾഡ് കേസിലെ ED കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ED ആസ്ഥാനത്തേക്കുള്ള കോൺഗ്രസ് മാർച്ച് തടഞ്ഞ് ഡൽഹി പോലീസ്. ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷവും തുടരും. പ്രിയങ്ക ഗാന്ധിയും ED ആസ്ഥാനത്ത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പശ്ചിമബംഗാളിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൂടി അറസ്റ്റിൽ. അറസ്റ്റിലായ ഭൂരിഭാഗം പേരും ISF പ്രവർത്തകർ. മുർഷിദാബാദിൽ ഇതുവരെ അറസ്റ്റിലായത് 251 പേർ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സന്ദർശിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ. കർണാടക ഹുബള്ളിയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി പോലീസ് വെടിവെപ്പിൽ മരിച്ച സംഭവത്തിൽ കേസ് CID ഏറ്റെടുത്തു. നടപടി വ്യാജ ഏറ്റുമുട്ടൽ എന്ന ആരോപണത്തിന് പിന്നാലെ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി കമൽഹാസൻ. സന്ദർശനം ഗവർണർക്കെതിരെ സുപ്രീംകോടതിയിൽ വിജയിച്ചതിൽ അഭിനന്ദിക്കാനെന്ന് കമൽഹാസൻ. DMK പിന്തുണയോടെ ജൂലൈയിൽ രാജ്യസഭയിൽ എത്താനിരിക്കെയാണ് സന്ദർശനം. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിഭായ് കോളേജിലെ ക്ലാസ് മുറിയിൽ പ്രിൻസിപ്പൽ ചാണകം തേച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി യൂണിയൻ. യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ പ്രത്യൂഷ് വത്സലയുടെ ഓഫീസ് ചുമരിൽ ചാണകം തേച്ചു. ഡൽഹി ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ യുവതി പീഡനത്തിനിരയായെന്ന് പരാതി. ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിച്ചുവെന്ന വിമാനക്കമ്പനി ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് കൊണ്ടഗാവ് നാരായൺപൂർ അതിർത്തിയിൽ. രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് പണവും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവർക്ക് പിന്നീട് നിയമപരമായി തിരികെ പ്രവേശിക്കാനുള്ള അവസരമൊരുക്കും. 27 US എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാനൊരുങ്ങി ട്രംപ്. ട്രംപിന്റെ ഭീഷണിക്കിടെ ഇന്ത്യൻ പൌരന്മാർക്ക് 85,000 വീസകൾ നൽകി ചൈന. കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് എക്സിൽ കുറിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ഹിന്ദുക്കുഷ് മേഖല. ഡൽഹി, ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലും ഭൂചലനം. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. അമേരിക്കയുമായി ധാരണയിലെത്താൻ ഇത് അനിവാര്യമെന്നും സ്റ്റീവ് വിറ്റ്കോഫ്. ഹാർവർഡ് സർവകലാശാലയ്ക്കെതിരെ വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലയുടെ നികുതിയില്ലാ ആനുകൂല്യങ്ങൾ റദ്ദാക്കുമെന്ന് ഭീഷണി. $2 ബില്യൺ ഫണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ ഭീഷണി. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഹാർവർഡ് സർവകലാശാലയെ അഭിനന്ദിച്ച് മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ. സർവകലാശാലകൾക്ക് ഹാർവർഡ് മാതൃകയെന്നും ഒബാമയുടെ എക്സ്പോസ്റ്റ്. US ചൈന തീരുവ യുദ്ധം കടുക്കുന്നു. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്ത വിമാനങ്ങൾ സ്വീകരിക്കരുതെന്ന് ചൈനീസ് എയർലൈൻ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. US കമ്പനികളിൽ നിന്ന് വിമാനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും വാങ്ങുന്നതും വിലക്കി. കൊടും കുറ്റവാളിയെന്ന് കരുതി കിൽമാർ ആബ്രഗോയെ ട്രംപ് ഭരണകൂടം എൽ സാൽവദോറിലേക്ക് നാടുകടത്തിയ സംഭവത്തിൽ തെളിവ് ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം നൽകി US കോടതി. നാടുകടത്തിയതിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എൽ സാൽവദോർ പ്രസിഡന്റ് നായിബ് ബുക്ലി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗസയിലെ തുഫയിലുണ്ടായ ആക്രമണത്തിൽ 6 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്ക്.
ജനസംഖ്യാ ഇടിവ് പരിഹരിക്കാൻ പ്രവൃത്തി ദിനം വെട്ടിക്കുറച്ച് ജപ്പാൻ. ടോക്കിയോയിലെ സർക്കാർ ജീവനക്കാർ ഇനി ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതി. ജോലിഭാരം മൂലം കുഞ്ഞുങ്ങൾ വേണ്ടെന്ന തീരുമാനമെടുക്കുന്ന ദമ്പതികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ്. ഇനി ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 760 രൂപ കൂടി 70,520 രൂപയായി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 8,815 രൂപ. ചരിത്ര നേട്ടവുമായി പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. 2024-25 വർഷത്തെ ലാഭം 8.1 കോടി. വിറ്റുവരവ് 74.8 കോടി രൂപ. KSIEയുടെ കീഴിലുള്ള കേരള സോപ്സ് നിർമ്മിക്കുന്ന കേരള സാൻഡൽ സോപ്പ് വിദേശത്തേക്ക് UAE, സൗദി അറേബ്യ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി. ആദ്യ റീചാർജിനും വമ്പൻ ഓഫറുമായി കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡായ K-Phone. ആദ്യ ടേം റീചാർജിനൊപ്പം അഡീഷണൽ വാലിഡിറ്റിയും ബോണസ് വാലിഡിറ്റിയും ലഭിക്കും. പ്രവർത്തന ലാഭം ഇരട്ടിയാക്കി പൊതുമേഖലാ സ്ഥാപനമായ കേരള സിഡ്കോ. വിറ്റുവരവ് 9 വർഷത്തെ ഏറ്റവും ഉയർന്ന തുകയായ 238 കോടിയിലെത്തി. വായ്പാ നിരക്കിൽ 0.25% കുറവ് വരുത്തി SBI. റിസർവ് ബാങ്ക് റെപ്പോ നിരക്കുകൾ 0.5% കുറച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് SBIയും നിരക്കുകൾ താഴ്ത്തിയത്. കായിക വാർത്തകൾ. IPL ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. രാത്രി 7:00 ഡൽഹിയുടെ മൈതാനത്താണ് മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. ക്വാർട്ടർ ഫൈനലിൽ ആദ്യ പാദത്തിൽ ആർസണലിനോട് 3-0 തോറ്റ നിലവിലെ ചാമ്പ്യന്മാർക്ക് സെമിയിലെത്താൻ വമ്പൻ ജയം വേണം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനും ഇന്ന് നിർണായകം. ഇന്റർ മിലാനോട് ആദ്യ പാദത്തിൽ 2-1 തോറ്റ ബയണിന് തകർപ്പൻ തിരിച്ചുവരവ് അനിവാര്യം. ലിവർപൂൾ താരം അലക്സിസ് മാക് അലിസ്റ്ററെ റാഞ്ചാൻ റയൽ മാഡ്രിഡ്. പണത്തിനൊപ്പം ആർദ്ര ഗുളറെ നൽകി ഡീലിന് ശ്രമം. 2028 ഒളിമ്പിക്സിലെ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തെക്കൻ കാലിഫോർണിയയിലെ പൊമോന വേദിയാകും. 128 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ മത്സര ഇനമാകുന്ന ക്രിക്കറ്റിൽ ആകെ 6 ടീമുകൾ മാറ്റുരയ്ക്കും. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. നിവിൻ പോളിയെ നായകനാക്കി താമർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന് ഡോൾബി ദിനേശൻ എന്ന് പേരിട്ടു. നിവിൻ പോളി അവതരിപ്പിക്കുന്നത് ദിനേശൻ എന്ന ഓട്ടോ ഡ്രൈവറുടെ വേഷം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന മദ്രാസി സെപ്റ്റംബർ 5 തിയേറ്ററിലേക്ക്. ബിജു മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും. ചിത്രത്തിന്റെ ടൈറ്റിൽ ഗ്ലിംസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന റെട്രോയിലെ പുതിയ ഗാനം ദി വൺ റിലീസായി. പൂജ ഹെഗ്ഡെ നായികയായെത്തുന്ന റെട്രോയിൽ ജോജു ജോർജ്, ജയറാം എന്നിവരും പ്രധാന വേഷങ്ങളിൽ. സംഗീത സംവിധാനം സന്തോഷ് നാരായണൻ. സഹീർ അലീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഡ്രമാറ്റിക് ഡെത്ത് എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്ത്. സുരേഷ് പാറപ്രം എഴുതിയ വരികൾക്ക് അജയ് ജോസഫ് സംഗീതം പകർന്ന് അനോജ് കെ സാജനാണ് ആലപിച്ചിരിക്കുന്നത്. ചിത്രം മെയ് 2 തിയേറ്ററിൽ. ചൈനയിലെ വമ്പൻ പാലം ഇന്ത്യയിലേത് എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. 2 വർഷം മുൻപ് ചൈന നിർമ്മിച്ച 6 വരി പാലത്തിന്റെ ചിത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച പാലം എന്ന പേരിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ടിബറ്റിൽ ഭൂചലനം 3.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. രാജസ്ഥാനിലെ വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയെന്ന മുന്നറിയിപ്പ്. ബാർമറിലും ജയ്സാൽമീറിലും റെഡ് അലർട്ട്. കോട്ടയം മുണ്ടക്കയത്ത് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് മുണ്ടക്കയം സ്വദേശികളായ അഖിൽ, അരുൺ എന്നിവർ. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറിൽ തട്ടി മറിയുകയായിരുന്നു. നൈജീരിയയിൽ ലസ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 127ആയി. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെയാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പള്ളിയിലെ ആരാധനയ്ക്കിടെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ പാസ്റ്ററെ കണ്ടെത്തി. ജോസ് സള്ളിവനെയാണ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ ടെക്സസിൽ 5ാം പനി കേസുകൾ വർദ്ധിക്കുന്നു. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 560-ലധികം കേസുകൾ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നതിനിടെ സംഘർഷം. പ്രദേശവാസികളും പോലീസും ഏറ്റുമുട്ടി. കല്ലേറിൽ 31 പോലീസുകാർക്ക് പരുക്ക്. ഡൽഹി ദ്വാരക ജില്ലാ കോടതിക്ക് ബോംബ് ഭീഷണി. എല്ലാ മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് കോടതികളും ഒഴിപ്പിച്ചു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത്. 100 ന്യൂസ് അവസാനിക്കുക.